അപ്പോൾ RSS വന്നിട്ടൊന്നുമില്ല പശുവുമായുള്ള വികാരം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഒരു 8-10 വർഷം മുമ്പ് പെരുമ്പാവൂർ അയ്യപ്പ ക്ഷേത്രത്തിന്റെ സന്നിധിയിലിട്ട് പശുവിനെ കൊന്നു. നട്ടുച്ച നേരത്ത് ഒരു മൊല്ലാക്കിയും വേറെ 1-2 പേരും കൂടെ വന്ന് അതിനെ അമ്പലനടയിലിട്ട് കൊന്നു. 23 സംസ്ഥാനങ്ങളിൽ ഗോവധം നിരോധിച്ചിട്ട് 1925-ലാണ് RSS വന്നത്. അപ്പോൾ RSS വന്നിട്ടൊന്നുമില്ല പശുവുമായുള്ള വികാരം ഉണ്ടായിരിക്കുന്നത്. അത് ഈ നാടിൻ്റെ വികാരമാണ്. അത് അംഗീകരിക്കുക എന്നുള്ളതാണ് മതസൗഹാർദ്ദവും മതസഹിഷ്ണുതയും പറയുന്നവർ ചെയ്യേണ്ടത്. നേരെ മറിച്ച് കട്ടും മോഷ്ടിച്ചും പശുവിനെ കൊണ്ടുപോയി അതിനെ വിറ്റ് അതിനെ കൊന്ന് അല്ലെങ്കിൽ അതിൻ്റെ മാംസം കഴിച്ച് അത് പ്രശ്നം ഉണ്ടാക്കുന്നവരാണ് ഉത്തരവാദികൾ. എന്തിനാ ഈ പെരുമ്പാവൂർ? ഇവിടെ പശുവിനെ കൊല്ലാനോ തിന്നാനോ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഒരു 8-10 വർഷം മുമ്പ് പെരുമ്പാവൂർ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലിട്ട് പശുവിനെ കൊന്നു. ഗർഭിണിയായ പശു അവിടെ അലഞ്ഞു തിരിഞ്ഞ് വന്നതാ. ആ അലഞ്ഞു തിരിഞ്ഞ് വന്നതിന് അവിടെ വരുന്ന ഭക്തരായ അമ്മമാരൊക്കെ അതിന്, കാരണം അതിൻ്റെ ഗർഭിണിയാണ്, അതിന് ഭക്ഷണം കൊടുത്ത് പുല്ലരിഞ്ഞ് കൊടുത്തിട്ടും കഞ്ഞിവെള്ളം കൊണ്ട് കൊടുത്തിട്ടും അവർ അമ്പലത്തിൽ പോയിട്ടായിരുന്നു അതിനെ. നട്ടുച്ച നേരത്ത് ഒരു മൊല്ലാക്കിയും വേറെ 1-2 പേരും കൂടെ വന്ന് അതിനെ അമ്പലനടയിലിട്ട് കൊന്നു. സാധാരണക്കാരൻ്റെ വികാരം വരുമോ? വരില്ലേ? അത് ഉത്തരേന്ത്യക്കാരാകുമ്പോൾ ചിലപ്പോൾ കൈ വെച്ചു എന്ന് വരും. അത് ചെയ്യേണ്ടത് അവിടെ പോയി അത് കൊല്ലാൻ പോകാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. എന്നാൽ ആ മല്ലാക്കൊക്കെ അവിടെ പിടിച്ച് കെട്ടിയിട്ടു. എന്നാൽ ഹൈന്ദവ സംഘടനകൾ ദണ്ണിച്ചത് ഇയാളെ രക്ഷപ്പെടുത്തി കൊടുക്കാനാ. കാരണം 4,000 ആളാണ് കൂടി അവിടെ, ഇവരെ പുറത്തേക്ക് വിടാത്ത വിധത്തിൽ. അതൊക്കെ ഒരു വികാരമാണ്. അത് ആ വികാരം മനസ്സറിഞ്ഞ് പെരുമാറുക എന്നുള്ളതാണ് അതിൽ ചെയ്യാനുള്ളത്. ടീച്ചർ പറയുന്നത് ഒരു പ്രാദേശിക വികാരം എന്നാണോ? അത് പ്രാദേശിക വികാരമല്ല. അത് അതൊരു മതപരമായ ഒരു നാടിൻ്റെ, അത് 1-2 സ്ഥലത്തല്ല. അപ്പം മലയാളിയുടെ അവസ്ഥയല്ല. 23 സംസ്ഥാനങ്ങളിൽ ഗോവധം നിരോധിച്ചിട്ടുണ്ട്. പശു അവർക്ക് അമ്മയാണ്. അത് ആ തലത്തിൽ തന്നെയാണ് അവർ കാണുക. അത് ഈ 23 സംസ്ഥാനങ്ങളിലുള്ളോ അതോ ഇന്ത്യ മുഴുവൻ ഉള്ളതാണെന്നാണോ ടീച്ചർ പറയുന്നത്? ഈ വികാരം ഇന്ത്യ മുഴുവനുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ മറ്റെന്തിൻ്റെയൊക്കെയോ പുറകെ പോയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്ക് ഇപ്പോൾ കേരളം ഒഴിച്ച് ബാക്കിയിടത്തും അത്ര ഇങ്ങനൊരു വികാരമില്ല. കഴിക്കുന്ന ഒരു ഹിന്ദു ഇല്ല. മറ്റുള്ള നോർത്ത് ഈസ്റ്റിലും കുറച്ചുണ്ട്. അവർക്കും ഒരു ഒളിവും മറവും ഒക്കെ ഉണ്ട്. മലയാളിയെ പോലെ ദേശീയ ഭക്ഷണം ആക്കിയിട്ടില്ല ബീഫ് അവർ.